വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂട്യൂബിൽ എങ്ങനെ ഷോർട്സ് ഇടാവുന്നതാണ്. ഇതിനായി നമ്മൾ ആദ്യം എടുക്കേണ്ടത് യൂട്യൂബാണ്. യൂട്യൂബ് എടുത്ത് പിന്നെ യൂട്യൂബിൽ താഴെ കാണുന്ന ഹോം, ഷോർട്സ്, പ്ലസ് ബട്ടൺ, സബ്സ്ക്രിപ്ഷൻ, പിന്നെ നമ്മുടെ ഇതും കാണാം. അതിൽ നടുവിലത്തെ പ്ലസ് ബട്ടൺ നമ്മൾ അമർത്തുക. ഇവിടെ ഈ താഴെ നമുക്ക് വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്. നമുക്ക് ഷോർട്സാണ് വേണ്ടത്, അതുകൊണ്ട് ഷോർട്സിന് അതിനുശേഷം ഡൺ അടിക്കുക. ഡൺ അടിച്ച ശേഷം പ്രോസസ്സിങ് കാണാം. അത് ഫുള്ളാക്കിയ ശേഷം ബാക്കി അപ്പോൾ നമുക്ക് കിട്ടി. ഇപ്പുറത്ത് നമ്മൾ ഫോണ്ട് വേണം റെഡിയാക്കാം, ഇത് ഫിൽട്ടർ വേണം ചെയ്യാം, വോയിസ് ആക്കാം. നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ, ടൈം ലൈൻ ചെയ്യണമെങ്കിൽ അവിടെ നിൽക്കുക. ഇവിടെ എഡിറ്റ് ചെയ്യുക എന്നാ വേണ്ടത്. ഞാനിവിടെ എന്നാ വിഷയം എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ വെൽക്കം, വെൽക്കം. വെൽക്കം ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് വേണേൽ ഇപ്പോൾ ഇവിടെ താഴെയുള്ള ഇതൊക്കെ ഫോണ്ടിൻ്റെ നിറം മാറ്റാം, ബാക്ക്ഗ്രൗണ്ട്, ഫോണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇപ്പോഴത്തെ സൈഡ് കാണുന്നത് ഇതിപ്പോൾ വലുതാക്കാം, ചെറുതാക്കാം. ഫോണ്ട് വലുതാക്കാൻ, ചെറുതാക്കാനാണ് ഇത്. ഡണ്ണടിക്കുക. ശേഷം ഇവിടെയും ഡണ്ണടിക്കുക. ഫിൽറ്ററാണ്. പിന്നീട് ഇങ്ങനെ കണ്ട ആൾക്കാർക്കൊന്നും അപ്പാടങ്ങ് കടം കൊടുക്കുമെന്ന് ഞാൻ മൊത്തത്തിൽ തന്നെ പറഞ്ഞു. ഒരുപാട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ഇവിടെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ക്യാപ്ഷൻ, അത് ഷോർട്ട് ചെയ്യുക. ഷോർട്ടിൻ്റെ ക്യാപ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ബ്ലോഗ്, അടിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഹാഷ്ടാഗ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവിടെ ഹാഷ് അടിക്കുക. ഇതിവിടെ വരും. എന്തെന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഷോർട്സിൻ്റെ ഹാഷ്ടാഗ് കാണുക. അതിനുശേഷം താഴോട്ട് ഇത് വിസിറ്റ് പറ്റി നമ്മൾ ഇവിടെ കാണുന്നത് പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. നമ്മൾ എഡിറ്റ് ഫുൾ എല്ലാം കഴിഞ്ഞിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ പോയി എല്ലാം കഴിഞ്ഞ ശേഷമാണ് പബ്ലിക് ആക്കേണ്ടത്. അതുവരെ അൺലിസ്റ്റഡ് ആക്കുക. അതിനുശേഷം ലൊക്കേഷൻ ചെയ്യണമെന്നില്ല. പിന്നെ ഓഡിയൻസ്, നമ്പർ ഓഫ് നോട്ട്സ് മേഡ് കിഡ്സ്, അത് നമ്മൾ യെസ് മേഡ് ഫോർ കിഡ്സ് ആണ്, നോ ഫോർ കിഡ്സ് ആണ്. അത് കുട്ടികൾ മാത്രം കാണാൻ പറ്റുന്നതാണോ, എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ നോ മോർ കിഡ്സിന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിലേറ്റഡ് വീഡിയോ, നിങ്ങൾക്ക് ഇതിന് ബന്ധപ്പെട്ട് റിലേറ്റഡ് വീഡിയോ നിങ്ങളുടെ ചാനലിൽ വേറെ ഉണ്ടെങ്കിൽ
അത് ഇതിനോട് ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലോങ് വീഡിയോ ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് ലോങ് വീഡിയോക്കും റീച്ച് കിട്ടുന്നതാണ്. ശേഷം നിങ്ങളുടെ വീഡിയോ വേറെ റീമിക്സ് ചെയ്യണമെന്നുള്ളതാണ്. അത് ഒരിക്കലും ചെയ്യാറ് അലോ ഓഡിയോ റീമിക്സ് മാത്രം കൊടുക്കുക. അതിനുശേഷം അൾട്രാ കണ്ടൻറ്റ് അത് നോ കൊടുക്കുക. പിന്നെ കമൻറ്റ് ഓണാക്കുക. കമൻറ്റ് ഉണ്ട് കൊടുക്കുക. ശേഷം അപ്ലോഡ് ഷോർട്സ് കൊടുക്കുക. ഇത് അപ്ലോഡ് ഷോർട്സ് കൊടുത്ത ശേഷം ഇത് ഇവിടെ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യണം. അതിന് ഇത് അപ്ലോഡ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. അവിടെ കണ്ടൻറ്റ് കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അത് അപ്ലോഡ് ചെയ്യുന്നവരെ കാത്ത് നിൽക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോകൾ എല്ലാം ഉണ്ട്. ഇനി ഇങ്ങനെ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇടുന്നതാണ്. എല്ലാതര വീഡിയോയും എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഫോർമേഷൻ എല്ലാ വീഡിയോകളും ഞാൻ ഇതിലിടുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുത്ത് ഇതാക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇതിനുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ മോർ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടാഗ് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സ് ഷോർട്സ് ഇവിടെ കൊടുക്കുക. പിന്നെ അലോഡ് എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ കേൾക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ്, കാർ, വെഹിക്കിൾ, കോമഡി, എഡ്യൂക്കേഷൻ, ഫിലിം, ഗെയിം, അവസ്ഥ. നിങ്ങൾ ഷോർട്സ് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് അതിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷോ ഹൗ മെനി വ്യൂസ് ഇത് ഹലോ എമ്പണ്ടിയും നിങ്ങൾ ടിക്ക് ഒഴിവാക്കുക. അതിനുശേഷം പോട്ട് വരിക. പിന്നീട് അൺലിസ്റ്റഡ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പബ്ലിക്കാക്കണോ അതോ നാളേക്കോ മറ്റന്നാളേക്കോ ആക്കണമെങ്കിൽ ഇവിടെ ഷെഡ്യൂളിൽ ഡേറ്റ് സെറ്റ് ചെയ്ത് മതി. ഇവിടെ എങ്ങനെ 20/21 എത്ര മണിക്കാണോ അത്ര മണിക്ക് ഇത് പബ്ലിഷ് ചെയ്യും. ഇതാണ് ഷോർട്സ്. ഇങ്ങനെ സേവ് കൊടുക്കുക. അപ്പോൾ ഷോർട്സ് റെഡിയാക്കുന്ന ഇത് കഴിഞ്ഞു.